പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങ് മിശിഹായെ സ്നേഹിക്കുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പറ്റി നമുക്കറിയാം. അദ്ദേഹം നിര്യാതനായിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് സഭ ഉയർത്തുകയുണ്ടായി. മാർപ്പാപ്പാകുന്നതിന് മുമ്പ് കാർഡിനൽ വോയ്റ്റീവ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. കാർഡിനൽ വോയ്റ്റീവ അദ്ദേഹം വലിയ ഒരു മാതൃഭക്തനായിരുന്നു, മാതാവിന്റെ ഭക്തനായിരുന്നു. ചെറുപ്പമായിരുന്നപ്പോഴ് ജർമ്മൻ പട്ടാളം പോളണ്ട് കീഴടക്കി. ജർമ്മൻ പട്ടാള നിയന്ത്രണത്തിലായി പോളണ്ട് യഹൂദന്മാരെയും മറ്റുള്ള ആളുകളെയും ഒക്കെ ധാരാളമായിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി കൊല ചെയ്യുക എന്നുള്ളത് ഹിറ്റ്ലറിന്റെ ഗെസ്റ്റാപ്പോ പോലീസിന്റെ ഹിറ്റ്ലറുടെ ഒക്കെ ഒരു വിനോദമായി. ഒരു പല കണ്ടുപിടുത്തങ്ങളും നടത്തി. ഗ്യാസ് ചേംബർ അതിലൊന്നാണ്. ആളുകളെല്ലാം മുറിയിൽ അടച്ചിട്ടിട്ട് വിഷവാതകം പമ്പ് ചെയ്യുക. അങ്ങനെ ആളുകൾ പ്രാണവായുവിന് വേണ്ടി പിടഞ്ഞു മരിക്കുക. അങ്ങനെയുള്ള പല തടങ്കൽ പാളയങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കീഴിലായിരുന്ന അവസരത്തിൽ ആളുകൾക്ക് രാത്രിയിൽ വഴികളിലൂടെ നടക്കാൻ, ഇപ്പൊ പട്ടാളക്കാർ റോന്തിരുന്നവർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വെടിവെച്ചെന്നവരും അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഈ വോയ്റ്റീവ കുട്ടിയായിരുന്നപ്പോൾ അമ്മ ആദ്യമേ മരിച്ചു. ഇനി ഒരു പെങ്ങളുണ്ടായിരുന്നത് മരിച്ചു. അത് കഴിഞ്ഞ് ഒരു സഹോദരൻ ഡോക്ടർ ഉണ്ടായിരുന്നു. ഡിഗ്രിയൊക്കെ എടുത്ത് അധികം മനസ്സിലാതെ ഏതോ രോഗം പിടിപെട്ട് സഹോദരൻ ഡോക്ടർ മരിച്ചു. പിന്നെ അപ്പനും ഈ മകനും മാത്രമായി. അപ്പോൾ ഈ നാസി ആക്രമിച്ച് പേടിക്കുമ്പോൾ എല്ലാവരും പണിയെടുക്കണം. വോയ്റ്റീവയ്ക്ക് കിട്ടിയ പണി കരിങ്കൽ പൊട്ടിക്കുക എന്നുള്ളതാണ്. പാറമടയില് പട്ടാളക്കാർ പറഞ്ഞാൽ ചെയ്തിരിക്കണം. ഒരിക്കല് കരിങ്കൽ പാലയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു കിടക്കുക. അപ്പൊ സ്വന്തമായിട്ടുണ്ടായിരുന്നവരെല്ലാം മരിച്ചുപോയി. സഹോദരനും മരിച്ചു, സഹോദരിയും മരിച്ചു, പ്രിയപ്പെട്ട അമ്മയും മരിച്ചു, അപ്പനും മരിച്ചു. ഇത് കഴിഞ്ഞ് ഒരു അധികം താമസിയാത്ത ഒരു ദിവസം പാറമടയിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു വാഹനം കൂടി പരിക്കേറ്റ് ഇങ്ങനെ വഴിയിൽ കിടക്കുക. അപ്പോൾ അവിടുത്തെ മാതാവിന്റെ നാമത്തിലുള്ള ദേവാലയത്തിന്റെ സമീപത്താണ് ഈ വഴി. അപ്പോൾ അന്ന് കണ്ണുകളെടുത്ത് തോത്തൂസ് തോസ് പറഞ്ഞു പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ പൂർണ്ണമായിട്ട് അർപ്പിച്ചു. അതാണ് തോത്തൂസ് തോസ് എന്ന് പറയുന്നത്. അപ്പൊ തനിക്ക് ഈ ലോകത്തിലെ അടുത്ത ബന്ധുക്കളൊന്നുമില്ല. പിന്നെ ആശ്രയമായിട്ട് എടുത്തത് ജീവിതത്തിൽ ശക്തിയായിട്ടും ആശ്രയമായിട്ടും തുണയായിട്ടും വലിയ ഭക്തിയാണ് മാതാവിനുള്ള ഭക്തി. മാതാവിനെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് മാതാവിന്റെ ഒരു ഭക്തനായിട്ട് കഴിയുകയായിരുന്നു. പോളണ്ടില് കർത്തമാതാവിന്റെ ഒരു ഉയരത്തിലുള്ള കുന്നിലൊരു വഴിയുണ്ട്, ചെക്കോവ എന്ന് പറയും. അവിടെ പലപ്പോഴും പോയി ആ കുന്നിൽ മുകളിലുള്ള ആ മാതാവിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുമെന്നായിരുന്ന ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മാർപ്പാപ്പായിരുന്നപ്പോൾ കർദിനാളന്മാരുടെ തെരഞ്ഞെടുപ്പിന് മാർപ്പാപ്പായി തിരഞ്ഞെടുക്കുന്ന സഭയിൽ പോയപ്പോൾ യാതൊരു പ്രതീക്ഷയില്ലാതെയാ പോയത്. അതിനുള്ള അധിക വസ്ത്രങ്ങളൊന്നും കരുതിയിരുന്നില്ല. തിരിച്ചു നാട്ടിലേക്ക് പോകാൻ തുടങ്ങിയില്ല. എന്നാൽ മാർപ്പാപ്പായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ സഭയിൽ യുവജനങ്ങളെയൊക്കെ ആകർഷിച്ചുകൊണ്ട് സഭയിൽ സുദീർഘമായ സംവത്സരങ്ങള് മാർപ്പാപ്പ എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യുകയുണ്ടായി. പിന്നെ ആദ്യ മാർപ്പാപ്പായുടെ അധികം വർഷങ്ങളാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വെടിയേറ്റു. എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഉപയോഗിച്ചത്. എന്നിട്ട് അത് കുടലേക്ക് വയനാണ് വെടികൊണ്ടത്. പിന്നെ രണ്ടാമത്തെ വെടികൊണ്ട് മാറ്റിപ്പോയെന്നാണ് മാർപ്പാപ്പ വിശ്വസിക്കുന്നത്. മാതാവിന്റെ കലർന്ന ഏതായാലും ഓപ്പറേഷൻ നടത്തിയ ആദ്യത്തെ കിട്ടിയ വെടിയുണ്ട ഫാത്തിമ സന്ദർശിച്ചപ്പോൾ അവിടെ സമർപ്പിക്കുകയുണ്ട്. പിന്നെ മാതാവിന്റെ സ്വർഗാരോപണ മഹത്വം നമുക്കുണ്ടായിരുന്നു. ഈ 1950 നവംബർ 1 12 പീസ്
പരിശുദ്ധാത്മയുടെ വിശ്വാസ പ്രഖ്യാപനമായിട്ട് നടത്തിയത്. ലോകാരംഭം മുതൽ സജ്ജമാക്കിയ നിത്യമഹത്വത്തിലേക്ക് മറിയം കടന്നുപോയെന്നുള്ള നിത്യമഹത്വത്തിലേക്ക്. അതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. നമുക്കെല്ലാവർക്കും മരണമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ള ലക്ഷ്യവും. നമ്മളിവിടെ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഇതിനെ എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണം. പ്രകൃതി നിയമം അനുസരിച്ച് എന്തെങ്കിലും നമ്മുടെ ഈ ആകർഷണമലയത്തിൽ നിന്ന് അതിലേക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ കടത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുകയില്ല. ശാസ്ത്രന്മാർ പറയുന്നത് സ്വർണം തന്നെയുള്ള ഒരു ഗോളം ഉണ്ടെന്ന് ശൂന്യാകാശത്തിൽ ഒരാൾക്കൊക്കെ ചെന്നെത്തിക്ക് കുറച്ചൊക്കെ മുട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കുറച്ച് തട്ടിയെടുത്ത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ വലിയ രക്തങ്ങൾ തന്നെ അടങ്ങിയ വേറൊരു ഗോളം ഒരിടത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം തന്നെയുള്ള ഒരു ഗോളം കണ്ടുപിടിച്ചെടുക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ വരുന്നതാണ്. അതേപ്പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ അറിയത്തില്ല. മരണമുണ്ട്, അതിന് പ്രായ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ചന്ദ്രികാമ്പാലയിൽ ഉണ്ടായിരുന്നപ്പോൾ ഏതോടെ പഠിച്ച ചെറുപ്പക്കാരുണ്ട്. അവര് ഒരു ഞായറാഴ്ച ദിവസം 3 പേരും കൂടെ വണ്ടിയൊക്കെ പഠിച്ച സമയമാണ് തോന്നുന്നു. ഒരു ഓമിനിയെല്ലാം ഓടിച്ചുകൊണ്ട് 3 പേരും കൂടെ കൂടിയിട്ട് ഇറച്ചി മേടിക്കാൻ പോയി. കൈസക്കരിയുടെ ഒരു പോളുണ്ട്, ഒരു വളമുണ്ട് കൈസക്കരിക്ക് പോകുന്ന വഴിക്ക്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ പരിചയക്കുറവ് കൊണ്ടാണ് എന്താണോ ആ വണ്ടി താഴെ തോട്ടിലേക്ക് മറിഞ്ഞു. 3 പിള്ളേർ ചെറുപ്പക്കാരായ കേരളത്തോടൊപ്പം ഇടപാടപ്പെട്ടിരുന്ന 3 കൂടെ ഇപ്പോൾ കുറച്ച് പ്രായം കയറാൻ വർഷങ്ങൾ കഴിഞ്ഞു. ചെറുപാട് യുവജനങ്ങളായി 3 പേരും മരിച്ചു. അപ്പോൾ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മരണമുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്വന്തം എന്ന് കരുതുന്ന ഒന്നും കൊണ്ടുപോകാനായിട്ട് പറ്റുകയില്ല. പിന്നെ ആകെയുള്ളത് നമ്മൾ ചെയ്യുന്ന നന്മയുടെ പ്രവർത്തനങ്ങളും ജീവിതത്തിന്റെ നന്മയും വിശുദ്ധിയും പുണ്യമൊക്കെയാണ് ആകെയുള്ളത്. ബാക്കിയൊന്നും ഇവിടെ എല്ലാം കരുതി വെച്ചിട്ട് പോകണം. നമ്മുടെ വിലയേറിയ ഭവനങ്ങള്, സ്വർണ്ണാഭരണങ്ങള്, ഈ മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലിപ്പുറത്തുള്ളതാണ്. എന്തെങ്കിലും ഒന്നും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വെള്ളപ്പാട്ട് വരാറ്. വെള്ളപ്പാട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യമൊക്കെ ഇന്ന് പോവുകയല്ലേ. വെളുത്ത കളറിനോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിലും വെള്ളപ്പാട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് നോർമൽ അല്ലാത്തതുകൊണ്ട് നമുക്കാർക്കും ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അങ്ങനെയാണ് സൗന്ദര്യം തൊലിപ്പുറത്താണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് സൗന്ദര്യം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇഹലോകത്തിലെ ഒന്നിനെ പറ്റി നിഗളിക്കേണ്ട കാര്യമില്ല. സൗന്ദര്യമോ സമ്പത്തോ സ്വർണമോ ഇതെല്ലാം കടന്നു പോകുന്നതാണെന്നുള്ള ചിന്ത മനുഷ്യനുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഈശോ സ്വർഗസ്ഥനായ പിതാവേ എന്ന് നമ്മളെ പഠിപ്പിച്ചു. ഞാൻ സ്വർഗത്തിൽ നൽകിയ ജീവനുള്ള അപ്പമാണ്, ഈ അപ്പം പറ്റുന്നേക്കും ജീവിക്കുന്നു. യേശുവിന്റെ സ്വർഗാരോഹണ മഹത്വം നമ്മൾ കൊണ്ടാടാറുണ്ട്. അവിടെ സ്വർഗത്തിലേക്ക് കയറിയത് നമ്മളെ സ്മരിക്കുന്നുണ്ട്. സ്വർഗ ആരോഹണം, അതാണ് സ്വർഗ ആരോപണമാണ്. യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ അമ്മയുണ്ടായിരുന്നു. ദൈവത്തിന്റെ പദ്ധതിയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മ യേശുവിനോടൊപ്പം യേശുവിന്റെ ജീവിതത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ സാക്ഷിയായിട്ട് കാൽവരിയിലെ കുരിശിന്റെ ചുവട്ടിലും പന്തസിനോടൊപ്പം അമ്മയുണ്ടായിരുന്നു. കുരിശിന്റെ ചുവട്ടിലും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എക്ലേസിയ സഭ എന്നുള്ള പഠനത്തില് ഡിഗ്രി പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീ മൂലം മരണലോകത്തിൽ വന്നു. ധാരാ സ്ത്രീ ഹവ്വായാണ്. ഈ കനി ഭക്ഷിച്ചാല് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് സാത്താൻ പറഞ്ഞത് കേട്ട് ഭർത്താവിനെ പ്രേരിപ്പിച്ച ആദ്യത്തെ സ്ത്രീരക്തമായ ഹവ്വ. അതുപോലെ ജീവന്റെ പുനഃസ്ഥാപ്രാപ്തിയിൽ ഒരു സ്ത്രീ സഹകരിക്കുന്നു. അതാണ് പരിശുദ്ധ കന്യകാമറിയം. അവൾ പൂർണ്ണ വിശുദ്ധ പാപവിമുക്ത പരിശുദ്ധാത്മാവ് രൂപം നൽകിയ ഒരു പുതിയ സൃഷ്ടി എന്ന് സഭാപിതാക്കന്മാർ പറയുന്നു എന്നാണ് കൗൺസിൽ ഡിഗ്രിയിൽ പറയുന്നത്. ഈ പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ അലക്സിസ് കാരൽ പറയുന്നുണ്ട്, മനുഷ്യനുളവാകാൻ കഴിയുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു ഊർജാവസ്ഥയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയില് നമ്മുടെ തലച്ചോറിന്റെ പ്രാർത്ഥന സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. നിരവധി അസ്വസ്ഥതയുള്ള വ്യക്തികള് പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കഴിഞ്ഞ ദൈവകൃപയില്
ദൈവത്തിന്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാന്തത കൈവരുത്താനായിട്ട് കഴിയും. എന്നാൽ ആ പ്രാർത്ഥനയിൽ നിന്നും ദൈവികതയിൽ നിന്നൊക്കെ മാറി നമുക്ക് ചില അനുഭവങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ തകർച്ചയുണ്ട്. അത് മദ്യത്തിന്റെ പുറകെയോ മയക്കുമരുന്നിന്റെ പുറകെയോ ഡിഡിയാസക്തിയുടെ പുറകെയോ ജനിപ്പിച്ചു വളർത്തിയ മാതാപിതാക്കളെയൊക്കെ മറന്നുകൊണ്ട് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ തകർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും. ഇന്നത്തെ വാർത്ത നമ്മുടെ പത്രത്തിലൊക്കെ കണ്ടുപോവാ. ചെറുപ്പക്കാരൻ ഇടുക്കിയിലാണ് ക്രിസ്ത്യാനിനെ അവൻ ലഹരിക്ക് അടിമയായിരുന്നു. ലഹരി അവൻ എന്താ ചെയ്തത്? അപ്പനെയും അമ്മയും കൊന്നു. അതിദാരുണമായിട്ട് കൊന്നുന്ന പത്രത്തിലോ ഇവിടെ കണ്ടത്. ആ വയറൊക്കെ പൊളിച്ച് കുടലൊക്കെ പുറത്ത് ആണ് ദാരുണം എഴുതിയിരിക്കുന്നത്. സ്നേഹത്തോടുകൂടി ജനിപ്പിച്ചു വളർത്തിയ ഒരു മകന് ഇത്ര ക്രൂരമായിട്ട് മാതാപിതാക്കൾ എങ്ങനെയാണ് പെരുമാറാൻ കഴിയുക? മാനുഷികത നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. സുബോധം നഷ്ടപ്പെട്ടു. അപ്പൊ സുബോധം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലോ അഡീഷനിലോ നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. അങ്ങനെയുള്ള കൂട്ടുകളും ബന്ധങ്ങളും പാടില്ല. മാതാപിതാക്കന്മാരെ മറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ മനുഷ്യനുള്ളവാക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തിയുള്ള ഊർജാവസ്ഥയാണ് പ്രാർത്ഥന. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം കൃപ തരും. മാതാവിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സഹായിക്കും. ഇങ്ങനെയാണ് ജോൺ പോൾ മാതാവിന്റെ പ്രതിസന്ധികളെയൊക്കെ മാതാവിന്റെ പൂർണ്ണമായിട്ട് മാതാവിന്റെ മധ്യസ്ഥത്തിന് സമർപ്പിച്ചുകൊണ്ട് തന്റെ ജീവിത വഴികളുടെ നീങ്ങി ഇങ്ങനെ സഭയില് മാർപ്പാപ്പാക മാത്രമല്ല വിശുദ്ധനായ ഒരു മാർപ്പാപ്പായി തീർന്നു. പ്രാർത്ഥനയുടെ ദിവശക്തിയാൽ രോഗത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അലക്സിസ്കാരില് ശാസ്ത്രജ്ഞനാണ്, ഡോക്ടറാണ്. നോബൽ സമ്മാനം കിട്ടിയ ഒരു ഡോക്ടറല്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആദ്യം വിശ്വാസത്തിലേക്ക് വന്നിരുന്നില്ല. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും സാക്ഷ്യങ്ങളിൽ നിന്നും അദ്ദേഹം വിശ്വാസത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി 80ാം വാർഷികമാണ്. ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്തിനാണ്? നമ്മൾ ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധരും നന്മ ചെയ്യുന്നതിനുള്ളതാണ് ഇട്ടുകൂട്ട്. അതാണ് സ്വാതന്ത്ര്യം. നമുക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാനല്ല, അപ്പനെയമ്മയും ഉപദ്രവിക്കാനോ കൊല്ലാനുള്ളതല്ല സ്വാതന്ത്ര്യം. മറ്റു മനുഷ്യരെ തളർക്കാനുള്ളതല്ല സ്വാതന്ത്ര്യം. നമുക്ക് അവകാശപ്പെടാത്ത തട്ടിയെടുക്കാനുള്ളതല്ല സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നന്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. സാധാരണ ഒരു കുറ്റവാളിയാണെങ്കിൽ പോലീസ് അറസ്റ്റ് വിലക്ക് വെച്ചിട്ട് ജയിലിൽ കൊണ്ടുവരും. ഇവിടെ വായിച്ചു നോക്കും അമേരിക്കൻ ജയിലിൽ നേരെ നിൽക്കത്തില്ലെന്ന്. നേരെ നിൽക്കാൻ പാടില്ല. കുടിഞ്ഞാണ് കാര്യം, കുഞ്ഞു നിന്നോണം, അല്ലെങ്കിൽ ഇരുന്നോണം, കിടന്നോണം. അങ്ങനെയാണ്. അപ്പം ജയിലില് സെല്ലിൽ അടക്കുകയായിരുന്നു. അപ്പൊ ആ സെല്ലിൽ കിടന്ന് അവിടെ സെല്ലിലടയ്ക്കുന്ന ആരാണ്? കാര്യമായിട്ടുള്ള തിന്മകള് കൊലപാതകങ്ങൾക്ക് ചെയ്തവരൊക്കെയാണ് ജയിലിൽ അടയ്ക്കുന്നത്. അപ്പൊ അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക. അത് മാത്രമല്ല, ഈ മാരകമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്യുകയും കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന കാര്യം. ഡോസ്റ്റോവ്സ്കി എന്ന് പറയുന്ന ഒരു വലിയ നോവലിസ്റ്റ്. ഞാൻ ഈ സെമിനാരിലൊക്കെ ഒത്തിരി വായിക്കുന്ന ആളാണ്. അത്രയും പറഞ്ഞൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിന്റെ നോവലാണ് പ്രദേശ് കലാമസവും എന്ന്. അപ്പൊ അദ്ദേഹം ഈ ആത്മീയമായിട്ടുള്ള ചിന്തകൾ നടന്ന നോവലുകൾ എഴുതിയതാണ്. ഇവിടുത്തെ കഥകൾ പോലെയൊന്നുമല്ല. അത് ലോകപ്രസിദ്ധമായ നോവലാണ് ഡോസ്റ്റോവ്സ്കിയുടെ. അതുപോലെ പിന്നെ ലിയോ ടോൾസ്റ്റോയുടെ എന്നതിലെ പല കഥകളും വായിച്ചിട്ടുണ്ട്. വലിയ നോവല് അന്ന കരീന, ഒരു അന്നയെപ്പറ്റിയാണ് പറയുന്നത്. യുദ്ധസമാധാന ഉദാഹരണ നോവലാണ്. ഈ ഡോസ്റ്റോവ്സ്കിയുടെ അദ്ദേഹത്തിന്റെ ഈ ജീവിതം ഇങ്ങനെയൊക്കെ കഥ എഴുതാൻ ഇങ്ങനെയൊക്കെ അയാളിന് വലിയ മനപരിവർത്തനം വന്നു. പരിവർത്തനം വരാൻ കാരണം സാർ ചക്രവർത്തിമാരെ രക്ഷപ്പെടിക്കുന്ന കാരണമാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ എന്തോ കാര്യങ്ങൾ ചെറുപ്പക്കാരുടെ ഏതോ വിധ്വംസ സംഘങ്ങളിൽ ഉണ്ടെന്നോട്ട് കരുതി ഇയാളെ അറസ്റ്റ് ചെയ്യുക. ഇയാൾക്ക് ഇച്ചിരി എപ്പിലെപ്സി ഒക്കെ ഉള്ള ആളാണ് ഈ ബസ്റ്റോസ്കി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബസ്റ്റോസ്കി. അപ്പോൾ ഇയാളെ ഇവരെല്ലാം കൂടെ വെടിവെച്ച് കൊല്ലാനായിട്ട് ബുദ്ധി വന്നു. കുറെ പേരുണ്ട്, 10-11 പേരെ ഇങ്ങനെ നേരെയാക്കി നിർത്തിയിരിക്കുക, മുഖമെല്ലാം മൂടിക്കെട്ടിട്ട് നിർത്തിയിരിക്കുക. അപ്പോൾ ഏത് സമയത്താണ് ഇവർക്ക് കാണത്തിൽ ഏത് സമയത്തും തോക്കൊണ്ട് വെടിവെക്കാം, ഞങ്ങൾ മറിഞ്ഞു വീഴാം, മരിക്കാം. അങ്ങനെ കുറെ സമയം ചെലവഴിക്കേണ്ടി വന്നു. ഇപ്പൊ മരണത്തെ മുമ്പിൽ കണ്ട നിമിഷങ്ങളാണ് ഒരു വ്യക്തി ചിന്തിക്കുക, പെട്ടെന്ന് വെടിവെച്ച് കഴിഞ്ഞാൽ അങ്ങ് മരിച്ചു പോകും. എന്നാല് മരണവാറണ്ട് കിട്ടി വെടിവെക്കുമെന്നുള്ള ചിന്തയില് ഇതിനെയെല്ലാം നേരിട്ടുകൊണ്ട് ഇങ്ങനെ ഇപ്പം മരിക്കും, ഇപ്പം വെടി പൊട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ട് മുഖമൊക്കെ മറച്ചു കെട്ടിക്കഴിഞ്ഞ നിമിഷങ്ങൾ അദ്ദേഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കി. ഇങ്ങനെ അത് എന്തോ അവിടെ രാജാവിന്റെ അടുത്ത് നോക്കിട്ട് എന്തോ ഓർഡർ വരുമെന്ന് വേണ്ടി അങ്ങനെയാണ് താമസിക്കാണ്, അല്ലെ ഉടനെ വെടിവെച്ചത്. ഏതായാലും കുറെ കഴിഞ്ഞപ്പോൾ ഊതൻ അറിയിച്ചു ഇവരെ വെടിവെക്കണ്ട, കൊല്ലണ്ട, ഇവരെ സൈബീരിയയിലേക്ക്, മഞ്ഞുഭൂമി റഷ്യയിൽ വളരെ വിശാലമായ മഞ്ഞുഭൂമിയാണ്, സൈബീരിയയിലേക്ക് നാട് കടത്തുക, അവിടെ പണിയെടുക്കുക, അവിടുത്തെ ജയിലിൽ കഴിയുക. അത് ഇദ്ദേഹത്തിന് വലിയ വ്യത്യാസം ഉണ്ടാക്കി. സൈബീരിയയിലെ ജീവിതവും ഈ രക്ഷപ്പെടലും ഇങ്ങനെയാണ് അദ്ദേഹം ആത്മീയതയിലേക്കും ആത്മീയ മൂല്യങ്ങൾ നിറഞ്ഞ ബന്ധങ്ങൾ നോവലിനാണല്ലോ അദ്ദേഹം എഴുതി. അതാണ് ബസ്റ്റോസ്കിയുടെ നോവലുകൾ. ഇതിൽ ഒരു കാര്യം ഞാൻ അനുസ്മരിക്കുന്നത്, ഒരു വലിയ പണക്കാരന്റെ കാര്യം പറയുന്നത്. ഇയാൾ വലിയ പണക്കാരനാണ്, പ്രഭുവാണ്. ഇയാൾക്ക് 2-3 മക്കളുണ്ട്. ഇളയവന്റെ പേര് അന്വേഷ, അവനെന്തോ ഒരു ആശ്രമത്തിൽ ചേർന്ന് അവൻ നല്ലവനാണ്. ബാക്കി മക്കളും ഇയാളും ഒക്കെ മഹാവെറിയന്മാരും കുടിയന്മാരും തെമ്മാടികളാണല്ലോ. ഇത് എണ്ണിക്കുന്നതനുസരിച്ച് ഇനി മക്കളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, തമ്പ മരിച്ചു കഴിഞ്ഞാൽ കട്ടിലെ കിടക്കാമെന്ന് പറഞ്ഞതുപോലെ ഈ തമ്പയൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം ബാക്കി സമ്പത്തും എല്ലാം കൈയടക്കി സുഖമായിട്ടൊക്കെ ജീവിക്കാമെന്ന് കരുതുന്ന മക്കള്. ഇപ്പൊ ആ മക്കളുടെ എല്ലാ കാര്യങ്ങള് അവിടെ ചിന്തകളെല്ലാം അങ്ങനെയാ പോകുന്ന നോവലില്. ഒരു മനുഷ്യനും അവിടെ ഈ കാരണാരോ ഈ പ്രഭുവായിട്ടുള്ള അപ്പനോ വിശലംബരനായ അപ്പനോ മക്കളോ ഒന്നും അവരാരും ചെയ്യാറില്ല. അവരാരും നീതിമാന്മാരല്ല. എല്ലാവരും തിന്മ ചെയ്യുന്നവരാണ്, തിന്മയ്ക്ക് അടിമപ്പെട്ടവരാണ്. അപ്പൊ മനുഷ്യരിലെ പാവാവസ്ഥ വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു നോവലാണ് പ്രദേശ് കരാമസോ എന്ന് പറയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ സ്വാതന്ത്ര്യം ആചരിക്കുക. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യാനോ, കൊലപാതകം ചെയ്യാനോ, അക്രമം നടത്താനോ, നിയമലംഘനം നടത്താനോ, സ്ഫോടനം നടത്താനോ, നിരപരാധികളെ കൊല്ലാനോ, തീവ്രവാദ പ്രവർത്തനം നടത്താനോ, ആസക്തികളനുസരിച്ച് ജീവിതത്തെ മുട്ടിക്കാനോ, പണം കെട്ടിയെടുക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല. എന്നെപ്പോലെ ജീവിക്കാൻ മറ്റൊരു അവകാശമുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ആശയം ഉണ്ടായിരുന്നു. പഞ്ചവത്സരത്തിൽ കേൾക്കുമ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ മനുഷ്യനും ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതായത് ഒന്ന് ഭക്ഷണം വേണം, ഇന്ന് ഭക്ഷണം റേഷനൊക്കെ കിട്ടുന്നുണ്ട്. രണ്ടാമതായിട്ട് കിടപ്പാടം വേണം, കിടപ്പാടില്ലാത്ത ഒത്തിരി ആളുകൾ വിവിധ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ട്. പിന്നെ ജോലി വേണം, തൊഴിലുണ്ടെങ്കിൽ പണം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഇതെല്ലാവർക്കും ഇല്ല. ഇതെല്ലാം എല്ലാവർക്കും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് വെൽഫെയർ സ്റ്റേറ്റ് ക്ഷേമരാഷ്ട്രമായി തീരുക. രണ്ടാമതായിട്ട് വിവിധ വിശ്വാസങ്ങളിലും മതങ്ങളിലും പെട്ട ആളുകൾക്ക് ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള ബന്ധോബസ്തുകളും സാഹചര്യങ്ങളും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഗാന്ധിജി സ്വരാജിനെ പറ്റി പറയുന്നത് മാറ്റർ ഓഫ് വൈപ്പിംഗ് അവേ എവരി ടീയേഴ്സ് ഫ്രം എവരി ഐസ്, കണ്ണീരൊപ്പാനുള്ളതാണെന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. സ്വരാജിനെ പറ്റി പറയുന്നത് ടാഗോർ ചിന്തിക്കുന്നതിനേക്കാളും വലിയ രീതിയിലാണ്. ടാഗോർ നമുക്കറിയാം ഗീതാഞ്ജലി എഴുതിയ വലിയ കവിയാണ്, നമുക്കറിയാം. ടാഗോർ പറയുകയാണ്, എവിടെ മനസ്സ് നിർഭയം, ശിരസുന്നതം, ജ്ഞാനം സ്വതന്ത്രമായി നിൽക്കുന്നുവോ, എവിടെയാണോ വാക്കുകൾ ഹൃദയത്തിന്റെ അഗാധമായ ഉറവിടത്തിൽ നിന്നും നിർമ്മിക്കാൻ പൊട്ടിപ്പുറപ്പെടുന്നത്, എവിടെയാണോ എല്ലാ കർമ്മങ്ങളെയും വിചാരങ്ങളെയും ആനന്ദത്തെയും
അങ്ങ് എന്നെന്നും നേർവഴിക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വാതന്ത്ര്യ സ്വർഗത്തിലേക്ക് അല്ലേ പിതാവെ ഭാരതീയരെ സ്വന്തം കൈകൊണ്ട് നിർഭയം കരിപ്പിടിപ്പിച്ച് ഉന്മുഖരാക്കി തീർക്കണമേ. ഇതാ ഞാൻ 3-5 പിതാവോട് പറയുകയാണ്. സാരമായിട്ടൊരു പ്രാർത്ഥന കൂടി നിർത്തുകയാണ്. എല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കുക. സുതാരവതിയായ രക്ഷിത ദീപമാതാവെ, നീ മഹത്വമേറിയ വിജയത്തിൽ അങ്ങേ മക്കളായ ഞങ്ങളും പങ്കുചേരുന്നു. നാഥന്റെ സ്വർഗാരോപണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്നു. ഞങ്ങളും അങ്ങേ മാതൃകയനുസരിച്ച് പാപരഹിതരായി ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചേരുവാൻ അനുഗ്രഹം നൽകണമേ. ഭാരതത്തിന്റെ ആധ്യാത്മിക വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും